ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്നത് നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അരിപ്പൊടി വെച്ചിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണ് എന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിൽ പഴമൊന്നും ചേർക്കണില്ല കേട്ടോ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, ആ പൊടി തന്നെയാണിത് കേട്ടോ. ഈ 1 കപ്പ് അളവിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ചോറ് ആവശ്യമുണ്ട്. ചോറാണ് നമ്മളിതിന് മെയിനായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ അപ്പസോഡ ഉണ്ടല്ലോ, വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പസോഡ, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യാം, ഒരു നുള്ളു ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് മതി മധുരം ബാലൻസ് ചെയ്യാൻ, അത് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കാം. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കായ ചേർക്കാം. ഒരു 2 ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെള്ളം കൂടി പോകാൻ പാടില്ല. കാരണം നമുക്കിതിൽ ശർക്കര ഉരുക്കി ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടിരിക്കണ ബാറ്ററാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഉരുക്കിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടാൻ പാടില്ല, വളരെ കുറച്ച് വെള്ളത്തിൽ ഉരുക്കുക. ഇതുപോലെ നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് മതി, വളരെ കുറച്ച് നെയ്യ്. ആ ഒരു നെയ്യിൻ്റെ ഒരു സ്മെല്ലുണ്ടാവാൻ വേണ്ടി മാത്രം നെയ്യ് കേട്ടോ. ആ നെയ്യിലോട്ട് ഇതുപോലെ നമ്മുടെ ഒരു 1/2 കപ്പ് തേങ്ങ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയിട്ടുള്ളതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ടേ, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ പാനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാവിലോട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കാം. നല്ല ചൂടാണ്, നമ്മൾ ആ അടുപ്പത്തു നിന്ന് എടുത്ത് അതേ ആ ഒരു ലെവലിൽ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പൂണ് കൊണ്ട് മിക്സാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് മിക്സായി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോഴത്തേനും നല്ല കറക്റ്റായിട്ട് അത് അങ്ങോട്ട് മിക്സായി വന്നു. ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഓരോ കുഴിയിലോട്ടും ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്ത്യയിൽ നല്ല കുഞ്ഞു ഉണ്ണിയപ്പച്ചട്ടിയാണ്, നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഉണ്ണിയപ്പം ആവുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് അങ്ങ് മൂപ്പിക്കരുതേ. ഒരുപാട് മൂപ്പിച്ചാൽ ഈ അറ്റം നമ്മളുണ്ടല്ലോ, എത്ര സോഫ്റ്റുള്ള ഉണ്ണിയപ്പത്തിൻ്റെയും അറ്റങ്ങൾ ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. കണ്ടോ, ഇത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഉള്ളിൽ ഇത് സോഫ്റ്റ്നെസ് ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ നമ്മളിങ്ങനെ ആരെടുത്തതെന്നൊക്കെ പറയില്ലേ, അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക്